أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله يسجد ما في السماوات وما في الأرض من دابة والملائكة وهم لا يستكبرون يخافون ربهم من فوقهم ويفعلون ما يؤمرون. صدق الله العظيم. സൂറ അന്നഹലിലെ 49-50 ആയത്തുകൾ. വലില്ലാഹി യസ്ജുദു, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. മാഫിസ് സമാവാത്തി, ആകാശങ്ങളിലുള്ളത്, വമാഫിൽ അർളി, ഭൂമിയിലുള്ളതും, മിൻ ദാബത്തിൻ, ജീവജാലങ്ങളായിട്ട്, വൽ മലായിക്കത്തു, മലക്കുകളും, ബുഹും, അവർ, ലാ യസ്തക്ബിറൂൻ, അഹങ്കരിക്കുന്നില്ല, യഖാഫൂന, അവർ ഭയപ്പെടുന്നു, റബ്ബഹും, അവരുടെ യജമാനനെ, മിൻ ഫൗഖിഹിം, അവർക്കു മീതെ ആയവനായ, വയഫ്അലൂന, അവർ പ്രവർത്തിക്കുന്നു, മാ യുഅ്മറൂൻ, അവർ കൽപ്പിക്കപ്പെടുന്നത്. പ്രപഞ്ചത്തിലുള്ള സകലതും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. മുകളിൽ പറഞ്ഞത് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സ്വന്തം നിഴല് അല്ലെങ്കിൽ ഏതൊരു വസ്തുവിൻ്റെയും നിഴല് നോക്കിയാൽ മതി എന്നാണല്ലോ. അങ്ങനെ നിഴല് മാത്രമല്ല, അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന അല്ലെങ്കിൽ ആകാശങ്ങളിൽ, ആകാശമെന്ന് പറയുന്നത് ഒരറ്റമില്ലാത്ത, അറ്റമുണ്ടോ എന്ന് പോലും ചിന്തിക്കാൻ അറിയാത്ത മഹാപ്രതിഭാസമാണ്. അതിലുള്ള സകല സൃഷ്ടികളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. അതുപോലെ ഭൂമിയിലുള്ളതും എന്നാണ് പറഞ്ഞത്. ആകാശങ്ങളിലുള്ളത് മലക്കുകളാണ്. അതുപോലെ ദാബത്തിൽപ്പെട്ട അത് അവിടെ ഉണ്ടാകാം എന്നതിൻ്റെ സൂചനയാണ് ഈ പ്രയോഗം എന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നു. അഥവാ ആകാശങ്ങളിലും ഭൂമിയിലും ജീവികളായിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ദാബത്ത് എന്ന് പറഞ്ഞാൽ ദബ്ബ അലൽ അർളി, മൂവ് ഓൺ എർത്ത്, ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാം അതിന് ദാബത്ത് എന്ന് പറയും. അത് ആകാശത്തിലുമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. മാഫിസ് സമാവാത്തി വൽ അർളി മിൻ ദാബത്തിൻ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ജീവികൾ അഥവാ ചലിക്കുന്ന ജന്തുക്കൾ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അവ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് നമുക്കറിഞ്ഞുകൂടാ, അള്ളാഹുവിനെ അറിയുകയുള്ളൂ. പക്ഷേ വാക്കിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അവയൊക്കെ അള്ളാഹുവിനോട് താഴ്മയും വിനയവും പ്രകടിപ്പിക്കുന്നവരാണ് എന്നാണ്. സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് ഉദ്ദേശ്യം. ആദം അലൈഹിസ്സലാമിന് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം സുജൂദ് ചെയ്തു മലക്കുകൾ. ആ സുജൂദ് അള്ളാഹുവിനുള്ള ഇബാദത്ത് ആണ്. ആ സുജൂദിൻ്റെ ഫലമായി മനുഷ്യൻ്റെ അള്ളാഹുവിൻ്റെ ഖലീഫ എന്നുള്ള നിലക്കുള്ള എല്ലാ ജീവിതത്തിനും സൗകര്യം ചെയ്തു കൊടുക്കുക, അതിന് യാതൊരു തടസ്സവും മലക്കുകൾ സൃഷ്ടിക്കുകയില്ല. അത് കുഫ്റായാലും ഈമാനായാലും അതിൻ്റെ തുടക്കം ആ സുജൂദിൽ നിന്നാണ്. എന്നതുപോലെ അള്ളാഹുവിന് അവൻ്റെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകല ജന്തുക്കളും സുജൂദ് ചെയ്യുന്നു, അഥവാ അവനോട് താഴ്മ പ്രകടിപ്പിക്കുന്നു. അവനെ സർവാത്മന മനസ്സാ കാജ വാച കർമ്മണ അനുസരിക്കുന്നു, അവന് കീഴ്പ്പെടുന്നു എന്നൊക്കെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്?
അള്ളാഹുവിനെ അനുസരിക്കുകയല്ലാതെ അവയ്ക്കൊന്നും വേറെ ഒരവസ്ഥ ഇല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി വൽ മലായിക്കത്തു, മലക്കുകളും എന്ന് പറഞ്ഞാൽ വലില്ലാഹി യസ്ജുദു മലായിക്കത്തു, അങ്ങോട്ടാണ് അതിനെ ചേർക്കുന്നത്. മലക്കുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുമിനൂന ബിഹി, സൂറത്തു ഗാഫിറിൽ. അർശ് വഹിക്കുകയും അതിനു ചുറ്റുമുള്ളവരുമായ മുഴുവൻ മലക്കുകളും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവരും അവനിൽ വിശ്വാസമർപ്പിച്ചവരും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് എന്ന് സൂറ ഗാഫിറിൽ അള്ളാഹു പറയുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞത്. അതുപോലെ മനുഷ്യനെ സൃഷ്ടിക്കുകയാണെന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ മലക്കുകൾ ചോദിച്ചെടുത്തും നഹ്നു നുസബ്ബിഹു ബിഹംദിക വ നുഖദ്ദിസു ലക, ഞങ്ങൾ നിന്നെ പ്രകീർത്തിച്ചും വാഴ്ത്തിയും കഴിഞ്ഞുകൂടുന്നുണ്ടല്ലോ എന്ന് മലക്കുകൾ പറയുന്നുണ്ട്. ആ സംഗതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിനെ മലക്കുകൾ സദാ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അത് വിശദീകരിച്ചത് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ, അവർ അള്ളാഹുവിനെ ഒരിക്കലും ധിക്കരിക്കുന്നില്ല. ഇബാദും മുക്രമൂൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ, അവർ അള്ളാഹുവിൻ്റെ ആദരണീയരായ അടിമകളാണ്. അവൻ കൽപ്പിച്ചത് അവൻ പ്രവർത്തിക്കുന്നു, അവൻ്റെ കൽപ്പനയെ അവർ ധിക്കരിക്കുന്നില്ല. ഈ ധിക്കരിക്കുന്നില്ല എന്നതിൻ്റെ ആ നിലപാടിൻ്റെ പ്രകടനമാണ് യഥാർത്ഥത്തിൽ സുജൂദ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും മനുഷ്യൻ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത് എങ്ങനെയാവണം എന്നതുകൂടി ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. അഥവാ മലക്കുകൾ അള്ളാഹുവിന് കീഴ്പ്പെടുന്നത് പോലെ, അവൻ്റെ ആജ്ഞക്ക് വഴങ്ങുന്നത് പോലെ, ആകാശങ്ങളിലെ നക്ഷത്രങ്ങളും നമുക്കറിയാവുന്ന നക്ഷത്രങ്ങളും ഗോളങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് അവൻ നിശ്ചയിച്ച പരിധിയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അവിടെ വല്ല ജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അങ്ങനെ തന്നെയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ അള്ളാഹുവിന് സർവാത്മന കീഴ്പ്പെട്ടുകൊണ്ട് മനുഷ്യർ അവൻ്റെ കൽപ്പനക്കൊത്ത് ചലിക്കുന്നതിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ സുജൂദ് എന്ന് പറയുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പരിപൂർണമായുള്ള കീഴ്വണക്കം എന്ന നിലപാടിനെ പ്രകടിപ്പിക്കുന്ന ഒരു രീതി മാത്രമാണ് നമ്മൾ സുജൂദ് എന്ന് പറയുന്ന 7 അംഗങ്ങളിലോ 8 അംഗങ്ങളിലോ നിർവഹിക്കപ്പെടുന്ന സുജൂദ് എന്ന് പറയുന്നത്. അംഗങ്ങൾ പലപ്പോഴും വ്യത്യാസപ്പെടാം. ഉദാഹരണമായി ഇരുന്ന് നമസ്കരിക്കുന്നവൻ, അതുപോലെ കിടന്ന് നമസ്കരിക്കുന്നയാൾ, ഇവർക്കൊക്കെ സുജൂദിൽ നിലത്ത് വെക്കുന്ന അവയവങ്ങളുടെ കാര്യത്തിൽ ഇളവുകളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ പരിപൂർണമായി താഴ്മ പ്രകടിപ്പിക്കുക എന്ന നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ആ പരിപൂർണ കീഴ്വണക്കം എന്ന നിലപാടിൻ്റെ പ്രകടനമാണ് സുജൂദ് എന്ന് പറയുന്നത്. വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയെ നമ്മൾ സ്വീകരിക്കുക, കൈകൊടുത്ത് സ്വീകരിച്ച് ആനയിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നു. അത് അദ്ദേഹത്തിൻ്റെ വരവ് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന വികാരത്തിൻ്റെ പ്രകടനമാണ്. എന്നാൽ എപ്പോഴും അങ്ങനെ തന്നെ അത് പ്രകടിപ്പിച്ചുകൊള്ളണമെന്നുണ്ടാകുകയില്ല. ഉദാഹരണമായി നമ്മൾ രോഗിയായി കിടക്കുമ്പോഴാണ് ഈ പ്രിയപ്പെട്ടയാൾ കാണാൻ വരുന്നതെങ്കിൽ രോഗി കിടക്കുന്നിടത്ത് കിടക്കുകയാണ് ചെയ്യുക. പക്ഷെ അപ്പോഴും അയാളുടെ വരവ് നമുക്കിഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന മുഖഭാവം തന്നെയാണ്, അല്ലെങ്കിൽ ആ വികാരം തന്നെയാണ് പ്രകടിപ്പിക്കുക. എന്നതുപോലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ താഴ്മയാണ് സുജൂദിൽ പ്രകടിപ്പിക്കേണ്ടത്. അത് രീതി ഏതായാലും ശരി. കാരണം അത് മുഴുവൻ മലക്കുകളും ജന്തുക്കളും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. വഹും ലാ യസ്തക്ബിറൂൻ. ആ നിലപാടുള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ അഹങ്കരിക്കുകയില്ല. അഥവാ സുജൂദിൽ താഴ്മ കാണിക്കുന്നത് പോലെ ജീവിതത്തിലും അവർ താഴ്മ കാണിക്കുന്നതാണ്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. നമ്മുടെ സമുദായത്തിൽ അനുഷ്ഠാനമാകുന്ന സുജൂദ്, അത് സുജൂദ് നടക്കുകയും എന്നാൽ ജീവിതത്തിൽ അതൊരു സ്വാധീനവും ചെലുത്താതിരിക്കുകയും ചെയ്യുമ്പോൾ
അതൊരു കേവല ചടങ്ങ് മാത്രമായി മാറുന്നു. അതല്ല നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന മാ യുഅ്മറൂൻ. എങ്ങനെയാണ് മലക്കുകൾ അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ താഴ്മയുള്ളവരായത്? മറ്റു ഭൂമിയിലെ ജന്തുക്കൾ, ആകാശത്തുണ്ടെങ്കിൽ ആ ജന്തുക്കളും ഒക്കെ താഴ്മയുള്ളവരായത് അവരുടെ മുകളിലുള്ളവനായ അള്ളാഹുവിനെ അവർ ഭയപ്പെടുന്നു. മുകളിലുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് അവരുടെ അവരുടെ യജമാനനും അതുപോലെ അവരുടെ ഉടമസ്ഥനും അവരെ നിയന്ത്രിക്കുന്നവനുമൊക്കെ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വയഫ്അലൂന മാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെടുന്നത് അവർ പാലിക്കുകയും ചെയ്യുന്നു. ഇതെന്തിനാണ് ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. അഥവാ അള്ളാഹുവിനെക്കുറിച്ച് അറിയാഞ്ഞതാണ് അവർ അള്ളാഹുവിനോട് അഹങ്കാരം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നതെങ്കിൽ, എന്നിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് നിർഭയത്വം പുലർത്തുന്നതെങ്കിൽ, സ്വന്തം നിഴലുകളെ ഒന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാകും പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത്. പിന്നീടും ആലോചിച്ചാൽ അവർക്ക് മനസ്സിലാകുന്നതാണ്, ഞങ്ങൾ എതിർത്താലും ശരി പ്രപഞ്ചത്തിലുള്ള സകലതും അള്ളാഹുവിന് കീഴ്പ്പെട്ട അവസ്ഥയിലും അവനെ ഭയന്ന് കഴിയുന്ന അവസ്ഥയിലുമാണുള്ളത് എന്ന് മനസ്സിലാകും. എന്ന് തൗഹീദ് മനസ്സിലാകുവാൻ വേണ്ടിയുള്ള ഒരു മാർഗദർശനം ആയിട്ടാണ് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു അവനെ ശരിയായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.